സംസാരിക്കാം. അള്ളാഹു ബർക്കത്ത്. കൊടക്കാടൻ മറന്ന് പറഞ്ഞാൽ കൊടക്കാടൻ വിട്ടെന്ന് പറഞ്ഞത് പൊന്നാണ്. അള്ളാഹു നിങ്ങളെല്ലാവരും പ്രയാസം അള്ളാഹു എന്താട്ടെ ഉണ്ടോ? ആ പെണ്ണ് നീച്ചുന്ന നിങ്ങളല്ലേ അങ്ങോട്ട് 3 മാസമായി ഓളെ 3 ആള് താങ്ങിയിട്ടുണ്ട് കൊന്നത് കണ്ടോ? രാവിലെ ഓളെ ഉറങ്ങിയിട്ട് എത്ര മാസമായി? 10 ദിവസം അല്ലേ? ഭയങ്കര പ്രയാസത്തിൽ രോഗം നോക്കിട്ട് 3 മാസം നോക്കാൻ നിങ്ങൾ ഇങ്ങനെല്ലാം അവിടെ കൊന്നത്. അത് ഈ മണ്ണിന്റെ പവറാണ്. ഓളെ ഞാൻ തന്നെ പേടിച്ചിരുന്നു. ഡോക്ടറെ പോയി കാണിച്ചോ? ഇംഗ്ലീഷ് കാണിച്ചു, തങ്ങന്മാർക്ക് പോയി. അള്ളാഹു ബർക്കത്ത്. ഈ മിച്ചം അതൊരു ബർക്കത്താണ്. ഒന്ന് ഓള് ഇങ്ങനല്ലേന്നു. ഓള് അവയവങ്ങളിലൊക്കെ മുറിയാ. എന്നിട്ടും 10 ദിവസമായിട്ട് കണ്ണിങ്ങനെ അടച്ചു. ഇനി 10 ദിവസം ഉറപ്പിന് പോയിട്ട് തീർത്തുണ്ട്. മനസ്സിലായോ? ഞാൻ ഓളെ രാവിലെ കൊണ്ടിനെ പെടാം. തീരെ സുഖമില്ലേ? ഓലെ മാപ്പിളുണ്ട് ഇതില്. കുഴപ്പമൊന്നും റെഡി ആക്കിട്ടോ. കണ്ടങ്ങനെ ഇനി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അള്ളാഹു ഒരടങ്ങാറായില്ലേ? കേട്ടോ. ഈ മുറ്റത്തിന്റെ പവറാണത്. അല്ലാതെ എനിക്ക് കറാമത്തൊന്നുമില്ല. അള്ളാഹു കേട്ടോ. എന്തായാലും എനിക്ക് ഒരൊറ്റ കാര്യങ്ങൾ പറയാം. നിങ്ങൾ കാണാൻ വരുമ്പോ ഒരുപാട് ആളുകൾ 10ഉം 500ഉം 1000ഉം 2000 100 50 തരും. അള്ളാഹു 5 പൈസ ഉപകാരം നിങ്ങൾക്ക് പറ്റും ഇല്ലേ? എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവും അല്ലേ? 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ വേണം ചോദിച്ചാൽ. ഇനി എന്നെ കാണാൻ ഒരു കൈ പൊട്ടിക്കാൻ ഇത്രയുള്ളൂ അല്ലേ? ഒന്നുമില്ല. ആയിക്കോട്ടെ. എനിക്ക് ചോറ് കഴിക്കാൻ അവസരം തരണം. അരച്ചൊരു കൈക്കോലിട്ടോ. ഞാനൊരു മഹ്ലൂക്കിനെ പ്രസംഗിക്കുന്നില്ല. ചോറ് കേട്ടോ. അല്ലാഹു ബർക്കത്ത്. തിരക്കുള്ളവർക്ക് നമ്മളെ ഗേറ്റ് തുറന്നിട്ട് ഇതിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പെണ്ണുങ്ങൾ കേട്ടില്ലേ? ഇതിന്റെ അവസ്ഥ 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ. ഈ ദുആനെ പെട്ട മരുന്ന് ഒന്നുമില്ല. ഈ പൊടിമരത്ത ഓള് രാവിലെ വന്നിരുന്നതാ. ഞാൻ ഓടെ കൊണ്ട് ഓടെ പോയി കുത്തിരിക്കും അല്ലേ? ഇവിടെ വന്ന് കുത്തി എന്നെ വെച്ച് കരാമത്തൊന്നുമില്ല. ആളുകൾ പറയുന്നത് കിടക്കാടുത്താണ് അത് കരാമത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിച്ചപ്പോ ഞാൻ പാരസെറ്റമോളെ വിളിച്ച് അപ്പൊ വെച്ച് പറയുന്നത് വെറുതെ ആളുകൾ ഇങ്ങനെ പറയാ. തങ്ങൾ പാപ്പാന്റെ നാവ് കൊണ്ട് പറഞ്ഞാല് അങ്ങനെ പഠിക്കും ഇങ്ങനെ പഠിക്കും. എന്നിട്ട് എന്റെ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ എന്ത് എഴുതി കൊടുത്തു? അതൊന്നും വേണ്ട, നിങ്ങൾ ശരിയാവും പറഞ്ഞാൽ മതി. നൂറെ ഹബീബിന്റെ മുത്തുമുനികളോട് രോഗം വന്ന ആശുപത്രിയിലേക്ക് പോകണം. ഏത് വാർത്തയാണ് ആര് പറഞ്ഞത്? മനസ്സിലായില്ല. അള്ളാഹു നമ്മൾ കുടിക്കുന്ന മരുന്നിൽ അള്ളാഹു ശിഫ നൽകട്ടെ. പിന്നെ നമ്മളൊക്കെ എന്തിനാ പോണത്? നമ്മള് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിശ്വാസമാണ് അല്ലെ? ഒരു വിശ്വാസം. അള്ളാഹു ബർക്കത്ത് കേട്ടോ. അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ട് 3 മാസം ഇങ്ങനെ നിരന്തര ആശുപത്രിയിൽ ഇങ്ങനെ കയറി ഇറങ്ങുക, 10 ദിവസം ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അത് ഭർത്താക്കന്മാർക്കും മക്കൾക്കും അതൊരു വിഷമമുണ്ടാകും അല്ലേ? അള്ളാഹു തമ്മ